ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്ത് പറയും? അതെന്നോട് ഒരു വക്കീൽ പൊട്ടൻ ചോദിച്ചിരുന്നു, ഒരു കോടതി ക്രിമിനൽ. ദൈവം ഉണ്ടോ ഇല്ലയോ ഒറ്റ വാക്കിൽ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയും. ഇത് വല്ല IAS പരീക്ഷക്കാണ് ഞാൻ പോകുന്നത്. ദൈവം ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് ഇല്ലാത്തവരെത്രയുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട് എത്രയുണ്ട്, വിശ്വസിക്കുന്നവരെത്രയുണ്ട്. എൻ്റെ അമ്മ എനിക്കറിയാം, വസൂര് വന്നപ്പോൾ എന്നെ 15 ദിവസം എൻ്റെ അമ്മയാണ് ശുശ്രൂഷിച്ചത്. 70 വയസ്സായ അമ്മ, അന്ന് 60കളിൽ. ആ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കും, ഈശ്വര സുബ്രഹ്മണ്യൻ, പയ്യന്നൂർ സുബ്രഹ്മണ്യൻ, പൂമാലിക തീരദേവത. അമ്മ വിളിച്ചു പറയുമ്പോൾ അമ്മക്ക് ഒരിക്കലും വസൂര് വന്നിട്ടില്ല. വസൂര് പകരുന്നാണ് എല്ലാവരും പറയുന്നത്. അമ്മേനെ ആരാ രക്ഷിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ തന്നെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭക്ഷണം തരണ്ട, ഞാൻ പട്ടിണി കിടന്നോളാം, അമ്മ ശുശ്രൂഷിക്കരുത്. നമ്മുടെ വിശ്വാസങ്ങളെ നമുക്ക് അങ്ങനെ നിർവചിക്കാൻ വേണ്ടി പറ്റില്ല, ആർക്കും പറ്റില്ല. ആ പൊട്ടം വക്കീൽ ചോദിച്ചത് എന്നോട്, എന്താ ദൈവം ഉണ്ടോ ഇല്ലയോ ഒറ്റ വാക്കിൽ ഉത്തരം പറയുക. എന്തൊരു അപമാനമാണ് എന്നെപ്പോലെയുള്ള ഒരു ചരിത്രകാരൻ ഇവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കേട്ട് അന്ത്യത്തിരി തന്നെ പറയാൻ പറ്റുമോ? അന്ത്യത്തിരിൻ്റെ അതിൽ ബുദ്ധിസ്റ്റ് കൾച്ചർ വന്നിട്ടുണ്ട്, വെജിറ്റേറിയൻസാണ് അല്ലേ? അന്ത്യത്തിരിയം ഇത് മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല. അതേസമയത്ത് കോഴി തർപ്പണം വരുന്നുണ്ട്. ചാമുണ്ടീൻ്റെ തെയ്യം ഉള്ളിൽ കെട്ടാൻ പാടില്ല. കോഴീനെ കാണിച്ചിട്ട് പുറത്തേക്ക് എറിയുന്നുണ്ട്. കൊസാമ്പി അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. കൾച്ചറിൻ്റെ പരിവർത്തനമാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓണവും വിഷു എടുത്ത് നോക്കൂ. വടക്കേ മലബാറിൽ മുഴുവൻ ഓണവും വിഷുവിനും മാംസാഹാരമുണ്ട്. പാലക്കാടില്ല, തിരുവനന്തപുരത്തില്ല. ഇതെല്ലാം സമൂഹം ഉണ്ടാക്കുന്ന കൾച്ചറാണ്. നമുക്കതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം വ്യാസൻ മഹാഭാരതം എഴുതി 1,00,000 ശ്ലോകങ്ങൾ. അവസാന ആൾ പറയുന്ന ധർമ്മം എന്താണെന്ന് എനിക്ക് പറയാൻ വയ്യില്ല. മറ്റുള്ളവർ പോയ വഴിയിലേ നിങ്ങൾ പോകൂ. മഹാജനോ ഏലഗതസ പന്ഥാന്ന് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് വ്യാഖ്യാനിക്കാനാവില്ല. അതുപോലെ തന്നെ ദൈവം ഉണ്ടോ ഇല്ലയോ എൻ്റെ പണി അതല്ല. സമൂഹം, ഈ നാട്ടിൻ്റെ ചരിത്രം, തെയ്യത്തിൻ്റെ ചരിത്രം, കർഷക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, ഇതെല്ലാം എഴുതാനാണ് എന്നെ പ്രൊഫസറാക്കി നിശ്ചയിച്ചത്. അത് ഞാൻ ചെയ്തു. തെയ്യത്തിന് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരുത്തി.